നമസ്കാരം സുഹൃത്തുക്കളെ. മാസ്ക് ഇട്ട കുറെ ആൾക്കാർ ചേർന്ന് ഒരു രാഷ്ട്രീയ നേതാവിന്റെ എലക്ഷൻ വർക്കിന് വച്ചിരുന്ന കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നു. ആരാണ് ഈ മോഷണത്തിന് പിന്നിൽ? 2025 അവസാനം റിലീസായ മാസ്ക് എന്ന തമിഴ് ത്രില്ലർ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ മാസ്ക് ഇട്ട കുറെ ആൾക്കാർ പെട്ടിക്കണക്കിന് പണം എവിടെ നിന്നോ കൊള്ളയടിച്ചു കൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അടുത്ത് സിനിമയിൽ വേലു എന്ന ഹീറോയെ കാണിക്കുന്നുണ്ട്. ഹീറോ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. എന്ന് വെച്ച് വലിയ വലിയ കേസുകൾ പിടിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അല്ല. അതായത് ഭാര്യയുടെ കാമുകനെ കണ്ടുപിടിച്ചു കൊടുക്കുക, ഭർത്താവിന്റെ കാമുകിയെ കണ്ടുപിടിച്ചു കൊടുക്കുക, മകളുടെ കാമുകനെ കണ്ടുപിടിച്ചു കൊടുക്കുക, ഇതുപോലത്തുള്ള ചെറിയ ചെറിയ കേസുകൾ അന്വേഷിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. വേലുവിന് കിട്ടുന്ന കേസുകൾ ഇത്തരത്തിലുള്ള കേസുകളാണെങ്കിലും വേലു ഈ കേസുകളിൽ നിന്നും നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല കാശുണ്ടാക്കി ജീവിക്കണം എന്നാണ് വേലുവിന്റെ ആഗ്രഹം. കാരണം വേലുവിന്റെ അച്ഛന് ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലാണെങ്കിലോ നല്ല കടത്തിലാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ വേലുവിന്റെ അച്ഛന് സമൂഹത്തിൽ നിന്ന് വലിയ വിലയൊന്നും കിട്ടുന്നില്ല. ഈ വില നമുക്ക് കിട്ടണമെങ്കിൽ നല്ല കാശ് വേണമെന്ന് ചിന്തിക്കുന്ന ആളാണ് വേലു. വേലുവിന്റെ ഡിറ്റക്റ്റീവ് ജോലിയിൽ കൂടെ ജോലി ചെയ്യാൻ ഒരു ടീമുണ്ട്. ആ ടീമിൽ ഹാക്കർമാർ വരെയുണ്ട്. ഇത് മാത്രമല്ല, വേലുവിന്റെ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളും വേലുവിനെ ഈ ജോലിയിൽ സഹായിക്കുന്നുണ്ട്. അതിലൊരാൾ വക്കീലാണ്, മറ്റൊരാൾ പോലീസും. അടുത്ത് സിനിമയിൽ ആൻഡ്രിയയുടെ ക്യാരക്ടറായ ഭൂമിയെ കാണിക്കുകയാണ്. പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടുവന്ന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ് ഭൂമി എന്ന് പുറമേ നോക്കുന്നവർക്ക് തോന്നുമെങ്കിലും ഭൂമി അങ്ങനെയല്ല ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പറഞ്ഞ് തൻ്റെ വശത്ത് നിർത്തി ഇല്ലാത്ത പണികൾ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ഭൂമിക്കുള്ളത്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഭൂമിയാണ് ഈ സിനിമയിലെ വില്ലത്തി. പുറം ലോകത്തെ ആൾക്കാരുടെ കണ്ണിൽ ഭൂമി നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും അവരുടെ ബ്ലാക്ക് മണി സൂക്ഷിക്കാൻ ഭൂമിയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്, ഡൊണേഷൻ എന്ന പേരിൽ. ഈ സമയത്താണ് ദിനേശൻ എന്ന് പേരുള്ള ഒരാളുമായി ഭൂമിക്ക് വസ്തു ഇടപാടിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാവുന്നു. പ്രശ്നം സ്മൂത്തായി പരിഹരിക്കാൻ തന്റെ വലങ്കയ്യായ ബാറ്ററി മുഖേന ഡിറ്റക്റ്റീവായ വേലുവിനെ വിളിപ്പിക്കുന്നു. ഇങ്ങനെയാണ് വേലുവും ഭൂമിയും ആദ്യമായി കാണുന്നത്. അങ്ങനെ വേലു ആ കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ദിനേശൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ വളർത്താൻ പാടില്ലാത്ത മൃഗങ്ങളെ വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന് അയാളുടെ വീട്ടിൽ വളർത്തുന്നതായി വേലു കണ്ടുപിടിക്കുകയും ആ പ്രൂഫെല്ലാം തന്നെ വേലു ഭൂമിക്ക് കൈമാറുകയും ഇതുവച്ച് ഭൂമി തന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. കേസ് സ്മൂത്തായി അന്വേഷിച്ചു കൊടുത്ത വേലുവിന് ഭൂമി നല്ല കാശും കൊടുക്കുന്നു. വേലു താമസിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ ഹോട്ടലിനോട് ചേർന്നുള്ള ഒരു റൂമിലാണ്. പലപ്പോഴും സമയം ചെലവഴിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ ഹോട്ടലിൽ തന്നെയാണ്. തൻ്റെ അച്ഛൻ്റെ ഹോട്ടലിൽ സ്ഥിരമായി ആഹാരം കഴിക്കാൻ വരുന്ന, ഇൻസ്റ്റയിലേക്ക് സ്ഥിരമായി റീലിടുന്ന ഒരു സുന്ദരിയായ പെണ്ണിനെ സ്ഥിരമായി അവിടെ വെച്ച് കണ്ട് വേലുവും അവളുമായി പ്രണയത്തിലാകുന്നു. ഇവർ തമ്മിൽ പുറത്ത് കറങ്ങാൻ പോകുന്നതും ലഞ്ച് കഴിക്കാൻ പോകുന്നതും പർച്ചേസിന് പോകുന്നതും എല്ലാം സ്ഥിരമാകുന്നു. വേലുവിനാണെങ്കിൽ ഇവളടുത്ത് പ്രണയമാണോ ഇനി വേറെന്തെങ്കിലുമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട്. വേലു അവളടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഒരു റിസോർട്ടിലോട്ട് പോയാലോ എന്ന് സമയം ചെലവഴിക്കാൻ. ആദ്യമൊന്നും അവൾ അതിന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഒരു റൂം എടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ അവളും സമ്മതിക്കുന്നു. അങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോയി റൂം എടുക്കാൻ വേണ്ടി കാറിൽ അവർ യാത്ര തിരിക്കുകയാണ്. യാത്രക്കിടയ്ക്ക് വെച്ച് വേലുവിന് ഒരു കോൾ വരുന്നുണ്ട്. ആ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം വേലു തൻ്റെ കാമുകിയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് കല്യാണം കഴിഞ്ഞതാണ്, ഒരു മകളുമുണ്ട്. ഇത് കേട്ട പാടെ തന്നെ വേലുവിൻ്റെ കാമുകി പൊട്ടി കരയാൻ തുടങ്ങുന്നു. വേലു വിചാരിക്കുന്നു, പാവം ഞാൻ അവളെ പറ്റിച്ചത് കൊണ്ടായിരിക്കും. പക്ഷേ അവൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു, എന്നോട് ക്ഷമിക്കണം, എൻ്റെയും കല്യാണം കഴിഞ്ഞതാണ്. തൻ്റെ ഭർത്താവ് അടുത്തില്ല എന്നും ദൂരെ എവിടെയോ ജോലിക്ക് പോയിരിക്കുകയാണ് എന്നും അവൾ പറയുന്നു. ഈ സത്യങ്ങളെല്ലാം തന്നെ പരസ്പരം തുറന്നു പറഞ്ഞപ്പോൾ അവർ എന്തിനാണോ വന്നത് അതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയും അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നു. വേലുവിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞിരുന്നല്ലോ. പക്ഷേ വേലുവും ഭാര്യയും ഇപ്പോൾ പിണക്കത്തിലാണ്. 2 വർഷമായി അവർ പിരിഞ്ഞിരിക്കുകയാണ്. വേലുവിന്റെ മകളെ മാത്രമാണ് വേലു സ്ഥിരം ചെന്ന് കാണുന്നത്. അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതും വെളിയിൽ കൊണ്ടുപോയി ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതും വേലുവിന് പതിവുള്ളതാണ്. ഇങ്ങനെ മകളെ വിളിക്കാൻ വേണ്ടി വേലു പോകുന്ന സമയത്തെല്ലാം ഭാര്യയുടെ അച്ഛൻ വേലുവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മകളുമായി ഇണക്കത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ വേലു അത് മൈൻഡേ ചെയ്യാറില്ല.
വേലുവിൻ്റെ അമ്മായിയപ്പന് ഒരു നല്ല ലെയ്ത്ത് വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിലേക്ക് ഒരു ദിവസം വേലു ഒരു സിനിമ സ്റ്റണ്ട് ഡയറക്ടറെയും കൊണ്ട് വരുന്നുണ്ട്. അതായത് സിനിമയ്ക്ക് സ്റ്റണ്ട് സംവിധാനം ചെയ്യാൻ വേണ്ടി ആ സ്ഥലം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 30,000 രൂപ വാടക തരാമെന്നും വേലു പറയുന്നുണ്ട്. എന്നാൽ അമ്മാവൻ ഷൂട്ടിംഗ് വർക്കിന് വർക്ക്ഷോപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വർക്ക്ഷോപ്പാണെങ്കിൽ ചെറിയ നഷ്ടത്തിലാണ് ഓടുന്നത്. നഷ്ടത്തിലോടുന്ന വർക്ക്ഷോപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയിട്ട് എന്ത് നേടാനെന്ന് പറഞ്ഞിട്ട് വേലു അവിടെ നിന്നും പോകുന്നു. അടുത്ത സിനിമയിൽ മണിവർണ്ണൻ എന്ന MLA ആണ് കാണിക്കുന്നത്. ഇയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഈ മണിവർണ്ണനും ഭൂമി എന്ന വില്ലത്തിയുമായി നല്ല കണക്ഷനാണ്. മണിവർണ്ണന് വേണ്ടി ഭൂമി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മണിവർണ്ണന്റെ എല്ലാ MLA മാരും ഭൂമി നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന് അവിടെയുള്ള പെണ്ണുങ്ങളുമായി ബന്ധപ്പെടുന്നത് പതിവാണ്. മണിവർണ്ണനും ഭൂമിയുടെ അടുത്ത് എത്തുന്നത് പതിവാണ്. ഇതുപോലത്തെ ഇല്ലീഗലായിട്ടുള്ള പാർട്ടിയിൽ പങ്കുചേരാൻ വേണ്ടി മണിവർണ്ണന് ഭൂമി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ മുൻകാല ക്രിമിനൽ റെക്കോർഡെല്ലാം മാച്ചു കളയാനും ഭൂമിക്ക് ഒരു നല്ല പാസ്പോർട്ടും വിസയും എടുത്തുകൊടുത്ത് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും വേണ്ടിയാണ് മണിവർണ്ണന് ഭൂമി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കെ മണിവർണ്ണൻ ഭൂമിയുടെ അടുത്ത് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. വരാൻ പോകുന്ന ഇലക്ഷനിൽ മണിവർണ്ണന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ്. അതിന് കോടിക്കണക്കിന് പണം ചിലവാക്കേണ്ടി വരും. ആ പണമെല്ലാം കൃത്യസ്ഥലത്ത് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ഭൂമിയെ ഏൽപ്പിക്കുകയാണ്. അവൾ അത് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു. പകരം മണിവർണ്ണൻ ഭൂമിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ഭൂമി മണിവർണ്ണന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നു. മണിവർണ്ണനാണെങ്കിൽ ഭൂമിക്ക് പാസ്പോർട്ടൊക്കെ ശരിയാക്കി കൊടുക്കുന്നു, സഹായത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ. ഈ സമയം മണിവർണ്ണന്റെ കൂടെ വന്ന ഒരാൾ ഭൂമിയുടെ അസിസ്റ്റന്റിനെ ചെന്ന് കാണുന്നുണ്ട്. അയാൾ ഒരു വട്ടിപ്പലിശക്കാരനാണ്. അയാൾ ഒരു ഹോട്ടലിന് പണം കടം കൊടുത്തിട്ടുണ്ട്. പലിശയായിട്ടും തുകയായിട്ടും ഒരുപാട് തിരിച്ചു കിട്ടാനുണ്ട്. ഒന്നും തന്നെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ആ ഹോട്ടൽ ഇരിക്കുന്നതോ കണ്ണായ ഒരു സ്ഥലത്തും. ആ ഹോട്ടൽ സ്വന്തമാക്കിയാൽ ഭൂമിക്ക് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളതുപോലെ അവിടെയും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഭൂമിയുമായി ചേർന്ന് ഇടാൻ പറ്റുമെന്ന് അയാൾ പറയുന്നു. ഉടനെ തന്നെ അസിസ്റ്റന്റ് പറയുന്നത് ഇങ്ങനെയാണ്: ആ പലിശയുടെ പേര് പറഞ്ഞ് ആ ഹോട്ടലിന്റെ 50% സ്വന്തമാക്കി എടുക്കാൻ, ബാക്കി അവർ നോക്കിക്കൊള്ളാമെന്ന് വാക്ക് കൊടുക്കുന്നു. ഈ ഹോട്ടൽ ഏതാണെന്നറിയാമോ? വേലുവിന്റെ അച്ഛന്റെ ഹോട്ടൽ തന്നെ. ആ വട്ടിപ്പലിശക്കാരൻ അവർ പറഞ്ഞതുപോലെ തന്നെ നേരെ വേലുവിന്റെ അച്ഛന്റെ ഹോട്ടലിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പലിശ തരാൻ കഴിവില്ല എങ്കിൽ ഹോട്ടലിന്റെ പാതി തന്റെ പേരിൽ എഴുതി വെക്കാൻ പറയുന്നു. ഇത് കേട്ടുകൊണ്ടുവരുന്ന വേലു ചോദിക്കുന്നു, എത്ര രൂപയാണ് പലിശ ഇനത്തിൽ തരാനുള്ളത് എന്ന്. 20 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന 8 ലക്ഷം രൂപ ആ വട്ടിപ്പലിശക്കാരന് കൊടുത്തിട്ട് തൽക്കാലം അയാളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ സമയം തന്നെ വേലുവിന്റെ കാമുകിയുടെ കോൾ വരികയാണ്. താനും തന്റെ ഭർത്താവും ഇന്ന് രാത്രി തന്നെ ഈ നാട് വിട്ട് ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. അതിനു മുമ്പ് വേലുവുമായി ഒന്ന് കണ്ട് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് അവൾ പറയുന്നു. അപ്പോൾ തന്നെ സമയം ഒരുപാട് രാത്രിയായിരുന്നു. വേലു ഒന്നും ആലോചിച്ചില്ല. തന്റെ ബൈക്കും എടുത്ത് അവളെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. കാമുകിയുടെ വീട്ടിലെത്തിയ വേലു കാമുകിയുമായി റൊമാൻസിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൾ ചോദിക്കുന്നു, സേഫ്റ്റിക്കുള്ള കാര്യം കയ്യിൽ ഉണ്ടല്ലോ എന്ന്. അതില്ലാത്തത് കൊണ്ട് വേലു നേരെ ബൈക്കും എടുത്ത് മെഡിക്കൽ സ്റ്റോറിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ അർദ്ധരാത്രി ഏത് മെഡിക്കൽ സ്റ്റോറാണ് ഇരിക്കുന്നത്? അവൻ നോക്കുമ്പോഴോ ഒരു സൂപ്പർ മാർക്കറ്റ് അടയ്ക്കാൻ പോകുന്നു. വാച്ചർ പറയുന്നു വരണ്ട, അടയ്ക്കാൻ പോകുന്നുണ്ട് എന്ന്. പക്ഷേ അവൻ അത് കേൾക്കാതെ ആ സൂപ്പർ മാർക്കറ്റിനകത്ത് ചാടി കയറുകയാണ്. ഷട്ടർ താഴ്ത്തുന്ന സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് തലയിട്ട വേലു കാണുന്ന കാഴ്ച ഇതാണ്. ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് മാസ്ക് ഇട്ട കുറെ ആൾക്കാർ തോക്ക് പിടിച്ച് അവിടെ സാധനം വാങ്ങിക്കാൻ വന്നിരിക്കുന്ന എല്ലാ പേരെയും ബന്ദിയാക്കി വച്ചിരിക്കുകയാണ്. ഇത് കണ്ട വേലു അവിടെ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ തോക്ക് കാണിച്ച് വേലുവിനെയും ആ സൂപ്പർ മാർക്കറ്റിനകത്ത് കയറ്റി ഷട്ടർ താഴ്ത്തുന്നു. ഈ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഭൂമിയുടെ സൂപ്പർ മാർക്കറ്റാണ്. ഇതേ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് മണിവർണ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഇലക്ഷൻ നടത്തേണ്ട ക്യാഷ് എല്ലാം എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ മുഖംമൂടിയിട്ട സംഘം ആ പണം സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ എല്ലാം ഇപ്പോൾ ബന്ദിയാക്കി വച്ചിരിക്കുന്നത്. ആ മാസ്ക് ഇട്ട തോക്കുധാരികൾ സൂപ്പർ മാർക്കറ്റിന്റെ പല സ്ഥലത്തും തിരയുന്നു ആ പണം എവിടെയെന്ന്. അവസാനം സൂപ്പർ മാർക്കറ്റിന്റെ വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും അവർക്ക് പണം കിട്ടുന്നു. ഇതിനുശേഷം ആ തോക്കുധാരികളിൽ ഒരാൾ പറയുന്നു, നമ്മൾ എന്തിനാണോ നിങ്ങളെ ബന്ദിയാക്കി വച്ചിരിക്കുന്നത് ആ കാര്യം നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഒരു ഓഫർ തരികയാണ്. ഈ സൂപ്പർ മാർക്കറ്റിലെ എല്ലാ CCTVകളും ഞങ്ങൾ ഓഫാക്കിയിരിക്കുകയാണ്. ഇവിടെയുള്ള എന്ത് സാധനവും നിങ്ങൾ എടുത്തുകൊണ്ട് പോയിരുന്നാലും ആ കുറ്റവും നമ്മുടെ തലയിലേ വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റിലെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഇത് കേട്ട പാടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബന്ദികളായിരുന്ന ആൾക്കാർ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട്
കൊണ്ടുപോകാൻ തുടങ്ങുന്നു. എന്നാൽ വേലു ഒരൊറ്റ സാധനം മാത്രമാണ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്, റൊമാൻസ് ചെയ്യാൻ സേഫ്റ്റിക്ക് ആവശ്യമായ ആ സാധനം. ഇത് കാണുന്ന മുഖംമൂടിയിട്ട ഒരു തോക്കുധാരി വേലുവിന്റെ സത്യസന്ധത കണ്ട് വേലുവിന് ആ സാധനം അയാൾ തന്നെ എടുത്തു കൊടുക്കുന്നു. പിന്നെ വേലു ഒന്നും ആലോചിച്ചില്ല, ആ സാധനവുമായി നേരെ കാമുകിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കാമുകിയുടെ വീട്ടിലെത്തി കുറച്ച് സമയമായതേ ഉള്ളൂ, കാമുകിയുടെ വീട്ടിലെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. വാതിൽ തുറക്കുമ്പോഴോ കാമുകിയുടെ ഭർത്താവ്. ഈ സമയം വേലു വാതിലിന് പിന്നിൽ ഒളിക്കുന്നു. ഭർത്താവിന്റെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അതയാൾ അവിടെ വെച്ചു. നീ ഇത്രയും സമയമായി ഒരുങ്ങിയില്ലേ, നമുക്ക് ഉടനെ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് അയാൾ കുളിക്കാൻ വേണ്ടി കുളിമുറിയിലോട്ട് കയറി. ഈ സമയം നോക്കി വേലുവിന്റെ കാമുകി വേലുവിനെ പുറത്തു പോകാൻ പറയുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വേലുവിന്റെ കാമുകിയുടെ ഭർത്താവ് കൊണ്ടുവന്ന ബാഗ് വേലുവിന്റെ കണ്ണിൽപ്പെടുന്നു. ആ ബാഗിന്റെ പുറത്ത് ഒരു മാസ്കും ഉണ്ടായിരുന്നു. ഇതേ മാസ്ക് തന്നെയായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാരെ ബന്ദിയാക്കിയ തോക്കുധാരി ധരിച്ചിരുന്നതും. വേലു ആ വീടിൽ നിന്ന് പോവാൻ തയ്യാറാകുന്നില്ല. ഈ സമയത്ത് അകത്തോട്ട് പോയ കാമുകിയുടെ ഭർത്താവ് തിരിച്ചു വരുന്നു. വേലുവിനെ അയാൾ കാണുന്നു. ഉടനെ തന്നെ വേലുവിന്റെ കാമുകി വേലുവിനെ അറിഞ്ഞുകൂടാത്തതുപോലെ അവിടെ കിടന്ന് അഭിനയിക്കുകയാണ്. വേലുവും തന്റെ ഭാര്യയുമായുള്ള ബന്ധം മനസ്സിലാക്കിയ അയാൾ അകത്തു നിന്ന് തോക്കെടുത്തുകൊണ്ട് വന്ന് അവളെ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം വേലുവിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തിൽ ചവിട്ടി സ്ലിപ്പായി തലയടിച്ച് വീണ് അയാളും മരിക്കുന്നു. ഇത് കാണുന്ന വേലു ആകെ മൊത്തം ഒന്ന് പേടിക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ കൊണ്ടുവന്ന ആ വലിയ ബാഗ് തുറന്നു നോക്കുമ്പോഴോ അതിൽ നിറയെ പണം. ആ ബാഗുമായി വേലു നേരെ വീട്ടിലേക്കും പോകുന്നു. വേലു തന്റെ പോലീസുകാരനായ കൂട്ടുകാരനെ വിളിക്കുകയാണ്. ആ സമയം അയാൾ ഈ കൊലപാതകം നടന്ന സ്പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി വേലു ഫോൺ ചെയ്ത് തന്റെ കൂട്ടുകാരന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ സമയം തന്നെ ഈ കൂട്ടുകാരൻ മുഖേന ബാറ്ററി വേലുവിനെ ഭൂമിയുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഭൂമിയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയ പണം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ് വേലുവിനെ വിളിക്കുന്നത്. ഇങ്ങനെ കൊള്ളയടിക്കപ്പെട്ട പണം പുറം ലോകവും മണിവർണ്ണനും അറിയാതിരിക്കാൻ വേണ്ടിയാണ് വേലുവിനെ വെച്ച് അന്വേഷിക്കാൻ അവർ തയ്യാറാകുന്നത്. എന്നാൽ കൊള്ളയടിക്കപ്പെട്ട 1% 6 കോടി രൂപ ഇപ്പോൾ വേലുവിന്റെ പക്കലാണ് ഉള്ളത്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വേലുവിനെ ഭൂമി ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഉള്ളിലെ പേടി ഒളിപ്പിച്ചു വെച്ച് വേലു ഭൂമിയെ കാണാൻ എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ഭൂമി വേലുവിന്റെ അടുത്ത് പറയുന്നു, തന്റെ പണം കണ്ടെത്തി കൊടുത്താൽ 1 കോടി രൂപ തരാമെന്ന്. 1 കോടി രൂപ തരാമെങ്കിൽ എത്രയാണ് കണ്ടെത്താനുള്ളതെന്ന് ചോദിക്കുമ്പോൾ 400 കോടി രൂപ കണ്ടെത്താനുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വേലു അതിശയിക്കുന്നു. ഇത്രത്തോളം പണം കൈകാര്യം ചെയ്യുന്ന ഭൂമി എന്ന് പറയുന്ന ഇവൾ ചില്ലറക്കാരി അല്ല എന്ന് വേലുവിന് മനസ്സിലാകുന്നു. വേലു ഭൂമിയുടെ മുൻകാല ചരിത്രം തിരയാൻ തയ്യാറാകുന്നു. അങ്ങനെ വേലു പലതും മനസ്സിലാക്കുന്നു. ഈ ഭൂമി വളരെ ചെറുപ്പത്തിൽ തന്നെ കൊല ചെയ്ത് ജയിലിൽ പോയ ഒരു സ്ത്രീയാണ്. അവിടെ വെച്ച് തന്നെ അവൾ പഠിച്ച് 3 ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജയിലിൽ നിന്ന് തന്നെ പഠിച്ച് പാസ്സായവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ വന്ന മണിവർണ്ണൻ എന്ന MLAക്ക് ഒരു ഇൻസിഡന്റ് ആ ജയിലിനകത്ത് തന്നെ ഉണ്ടാക്കി ആ MLA പരിചയപ്പെടുകയും ഈ MLA മുഖേന ഭൂമി ജയിലിന് പുറത്തേക്ക് വരികയും MLAക്ക് വേണ്ടി തൻ്റെ ആൾക്കാരെ വെച്ച് പലരെയും കൊല്ലുകയും തൻ്റെ കൂടെ ഉള്ളവരെ വെച്ച് പലതരത്തിലുള്ള വീഡിയോകളൊക്കെ ചിത്രീകരിച്ച് പല MLAമാരെയും താഴെ ഇറക്കിയൊക്കെയാണ് ഈ മണിവർണ്ണൻ എന്ന് പറയുന്ന MLA ഈ നിലയിൽ ഭൂമി വളർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചത്. ഇത് മാത്രമല്ല, മണിവർണ്ണന്റെ കൂടെ നിൽക്കുന്ന പല MLAമാരുടെയും വീഡിയോസ് ഇപ്പോൾ ഭൂമിയുടെ കൈവശമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ വേലു ഭൂമിയുടെ അടുത്ത് വന്ന് പറയുന്നു, നിന്റെ ഫുൾ ഹിസ്റ്ററിയും എനിക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് നീ പറയുന്ന ജോലി ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് പറയണ പൈസ തരണമെന്ന് പറഞ്ഞിട്ട് വേലു അവിടെ നിന്ന് പോകുന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ ഭൂമി വേലുവിന് ഒരു പണി തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലുവിൻ്റെ മകളെ ഭൂമി പൊക്കുന്നു. ഭൂമിയുള്ള സ്ഥലത്തേക്ക് വേലു എത്തുകയാണ്. മകളെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഭൂമി വേലുവിൻ്റെ അടുത്ത് പറയുന്നു, നീ ഞാൻ പറഞ്ഞ ജോലി കൃത്യസമയത്ത് തീർത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിന്റെ മോളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. പക്ഷേ ഇനി നിനക്ക് നിന്റെ മോളെ കാണാൻ പറ്റിയില്ല എന്ന് വരും. നീ മാത്രമേ അവളെ കാണാതിരിക്കുള്ളൂ, പക്ഷേ ലോകത്തുള്ള എല്ലാ പേരും അവളെ കാണും. ഇതിനുശേഷം വേലുവിൻ്റെ കൂടെ മകളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞ് വേലുവിൻ്റെ മകളുടെ ബർത്ത്ഡേ അന്നും ഭൂമിയുടെ സഹായി ബാറ്ററിയും അവിടെ എത്തുന്നുണ്ട്. അവിടെ വെച്ചും വേലുവിനെ അവർ വിരട്ടുന്നുണ്ട്, മകളെ തട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ്. ഇത് വേലുവിൻ്റെ അമ്മാവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ഭൂമിയുടെ പണം തട്ടിക്കൊണ്ടുപോയ ഗ്യാങ്ങിൽ ഒരാൾ തൻ്റെ ഷെയറുമായി അയാളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. 3 മാസത്തേക്ക് ഈ പണം പുറത്തെടുക്കരുതെന്ന് ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ പണഭ്രാന്ത് പിടിച്ച അവൾ തൻ്റെ ഭർത്താവ് അറിയാതെ സാരി
സാരി, മാല, പർച്ചേസ് എന്ന് പറഞ്ഞ് ഒരുപാട് പൈസ ഈ പണമെടുത്ത് ചെലവാക്കുന്നുമുണ്ട്. ഈ സമയം ഹീറോയ്ക്ക് ആകമൊത്തം ഉണ്ടായിരുന്ന തെളിവ് കൊള്ളക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാസ്ക് ആണ്. ആ മാസ്ക് വെച്ച് ഹീറോ അന്വേഷണം ആരംഭിക്കുന്നു. ഈ മാസ്ക് ആരാണ് ഉണ്ടാക്കിയത് എന്നറിയാൻ. അങ്ങനെ 4 പയ്യന്മാരുടെ അടുത്ത് എത്തിച്ചേരുകയാണ് ഹീറോ. പയ്യന്മാരല്ലേ, കാര്യങ്ങൾ സ്മൂത്തായി ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചപ്പോഴോ പയ്യന്മാർ ഹീറോയെ ആക്രമിക്കുന്നു. പ്രതിരോധിക്കാൻ വേണ്ടി വേലുവും തിരിച്ചാക്രമിക്കുന്നു. അവസാനം അടി കൊള്ളാൻ വയ്യാതെ പയ്യന്മാർ ഓടി രക്ഷപ്പെടുന്നു. അതിലൊരു പയ്യൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു സ്ത്രീ ഒരുപാട് പണം കൊള്ളയടിച്ച പൈസ എടുത്ത് ചെലവാക്കിയെന്ന്. ആ വീട്ടിലുള്ള പയ്യനായിരുന്നു. ഈ കാര്യം അവനവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു. ഈ സമയത്ത് തന്നെ അയാളുടെ ഭാര്യ വാങ്ങിച്ച ഒരു സ്വർണ്ണമാലയും അയാളുടെ കണ്ണിൽപ്പെടുന്നു. തൻ്റെ ഭാര്യ താൻ പറയാതെ മോട്ടിച്ച് ആ പണമെടുത്ത് ചെലവാക്കിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ തന്നെ ആൾക്കാർ അന്വേഷിച്ച് വരുന്നതെന്ന് പേടിച്ച് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടാളികളെ കൂടി വിളിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഹീറോ അവിടെ എത്തുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അയാളെ തന്ത്രം ഉപയോഗിച്ച് തന്നെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു. അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. രാധ എന്ന് പറയുന്ന ഒരു ഹൗസിംഗ് കോളനി ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അവിടേക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനി വരികയും അവിടെ അവർ ഒരു വലിയ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിക്കാൻ പോവുകയാണ് എന്നും ഇവിടെ താമസിക്കുന്നവർക്ക് താമസിക്കാനുള്ള സ്ഥലവും പിന്നെ എല്ലാവർക്കും 12 ലക്ഷം രൂപ വെച്ച് തരാമെന്നും ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് കെട്ടിത്തീരുന്നതുവരെ വാടകയായി താമസിക്കാൻ എല്ലാവർക്കും 30,000 രൂപ തരാമെന്നും പറയുന്നു. ഇത് കേട്ട് സമ്മതിച്ച് എല്ലാവരും അവർ പറയുന്ന രീതിയിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പോരാത്തതിന് ഈ ഹൗസിംഗ് കോളനിയിൽ താമസിച്ചിരുന്നവരുടെ പേരിൽ ഈ കോർപ്പറേറ്റ് കമ്പനി 300 കോടി രൂപ ലോണും എടുക്കുന്നു. അതിനുശേഷം അവർ മുങ്ങുന്നു. അങ്ങനെ അവർ താമസിച്ചിരുന്ന വീടും വസ്തുവും എല്ലാം നഷ്ടപ്പെടുന്നു. അവർ തെരുവിലാവുന്നു. ഒരുപാട് കാലം ഇതിൻ്റെ പുറകെ നടന്ന് അവർ കേസ് നടത്തുന്നു. കേസ് ഒരിടത്തും എത്തുന്നില്ല. പലരും വർഷങ്ങൾ കഴിയുമ്പോൾ മരിച്ചും പോകുന്നു കേസ് പറഞ്ഞ്. പിന്നീടാണ് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മണിവർണ്ണൻ എന്ന് പറയുന്ന ആ MLA ആയിരുന്നു. അയാളുടെ സ്കാം ആയിരുന്നു ഇത്. അവസാനം ഇവർക്ക് വേണ്ടി വാദിച്ച വക്കീൽമാർ എല്ലാം പറയുന്നു, എത്ര കാലം ഈ കേസിൻ്റെ പുറകെ നടന്നിരുന്നാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വസ്തുവോ പണവോ ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അവസാനം ആ കോളനിയിൽ താമസിച്ചിരുന്ന കുറച്ചു പേർ ചേർന്ന് ഗുണ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ മണിവർണ്ണന്റെ പണം കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് മണിവർണ്ണന്റെ ആ പണം അവർ കൊള്ളയടിക്കുന്നത്. ഈ കഥയെല്ലാം കേട്ട ഹീറോയ്ക്ക് അവരോട് സഹതാപമാണ് തോന്നുന്നത്. അവരുടെ വസ്തു നഷ്ടപ്പെട്ട കേസ് കോടതിയിൽ നടക്കുന്ന ദിവസവും അന്നായിരുന്നു. ഹീറോ അവരെ കോടതി വരാന്തയിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോകുന്നു. എന്നിട്ട് ഹീറോയും തൻ്റെ പോലീസുകാരനായ കൂട്ടുകാരനും കൂടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 6 കോടി രൂപ ഭൂമിയുടെ അടുത്ത് എത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു, 8 പേർ ചേർന്നാണ് നിങ്ങളുടെ പണം കൊള്ളയടിച്ചത്. എല്ലാ പേരും ഓടി രക്ഷപ്പെട്ടു. ഒരാളുടെ കയ്യിലിരുന്ന പണം മാത്രമാണ് കിട്ടിയത്. 2 ദിവസത്തിനകത്ത് മറ്റുള്ളവരെയും കണ്ടുപിടിച്ച് പണം വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് ഹീറോ ഭൂമിയിലെടുത്ത് പറയുന്നു. അതിനുശേഷം ഹീറോയും പോലീസുകാരനായ സുഹൃത്തും വണ്ടിയിൽ തിരിച്ചു പോകുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നു ഹീറോയുടെ അടുത്ത്, നീ എങ്ങനെ 2 ദിവസം കൊണ്ട് ബാക്കിയെല്ലാ പണവും വീണ്ടെടുത്ത് കൊടുക്കും? അപ്പോൾ ഹീറോ പറയുന്നു, കേസ് ഇവിടെ അവസാനിച്ചു, ഇനി ഒന്നും വീണ്ടെടുത്ത് കൊടുക്കുന്നില്ല. ഈ സമയം ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് വട്ടിപ്പലിശക്കാരൻ്റെ കോളായിരുന്നു. അയാൾ പറയുന്നു, നിന്റെ അച്ഛൻ്റെ അടുത്ത് കൊടുത്ത പൈസ ചോദിച്ച് ഞാൻ ചെന്നിരുന്നു. അപ്പോൾ അയാൾ ധാർഷ്ട്യത്തിൽ കൊടുത്ത എല്ലാ പണവും എൻ്റെ കയ്യിൽ തിരിച്ചു കൊണ്ടുതന്നു. അതായത് ലക്ഷക്കണക്കിന് രൂപ. ആ പണം ഞാൻ ഭൂമിയുടെ കൂടെ നടക്കുന്ന ബാറ്ററിയെ കാണിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അത് അവരുടെ പണമാണ് എന്ന്. അതായത് വേലു ഭൂമിക്ക് പണം കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വേലുവിൻ്റെ അച്ഛൻ ബാഗിൽ നിന്ന് തനിക്ക് ആവശ്യമായ പണമെടുത്ത് കടക്കാരന് കൊടുത്ത് കടമെല്ലാം തീർത്തിരുന്നു. ഈ കാര്യമാണ് വേലു ഫോണിലൂടെ അറിയുന്നത്. ഉടനെ തന്നെ വേലുവിൻ്റെ അച്ഛനെ വിളിച്ച് വഴക്ക് പറയുന്നു, എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ബാറ്ററി എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ എത്തും, നിങ്ങളുടെ കാര്യം തീർക്കും. പക്ഷേ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. വേലുവിൻ്റെ കൂട്ടുകാരനും സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഈ ബാറ്ററി ആരും അറിയാതെ കയറി കിടന്നിരുന്നു. വേലുവും കൂട്ടുകാരനും കാറിലിരുന്ന് സംസാരിച്ചതെല്ലാം തന്നെ ബാറ്ററി ഫോണിലൂടെ ഭൂമിക്ക് കേൾപ്പിച്ചു കൊണ്ടേയിരുന്നു. കാറിൻ്റെ പുറകിൽ കിടന്നുകൊണ്ട് ബാറ്ററി വേലുവിനെയും കൂട്ടുകാരനെയും തോക്കിൻ മുനയിൽ നിർത്തുന്നു. വേലു ബാറ്ററിയുടെ അടുത്ത് പറയുന്നു, ഇവിടെ നടന്ന സംഭവമൊന്നും ഇവൻ അറിഞ്ഞുകൂടാ, കൂട്ടുകാരനെ വെറുതെ വിടണം. ഇത് കേട്ട ബാറ്ററി കൂട്ടുകാരൻ്റെ അടുത്ത് പോകാൻ പറയുന്നു. എന്നാൽ അവിടേക്ക് വരികയായിരുന്ന ഭൂമി കൂട്ടുകാരനെ വെടിവെച്ച് വീഴ്ത്തുന്നു. വേലുവിനെയും കീഴ്പ്പെടുത്തിയിട്ട് അവൾ ചോദിക്കുന്നു, നിന്റെ കൂട്ടുകാരനെ നിനക്ക് രക്ഷിക്കാം, അവൻ മരിച്ചിട്ടില്ല, അവനെ രക്ഷിക്കണമെങ്കിൽ
പണം എവിടെ ഇരിക്കുന്നത് എന്ന് പറയണം. പക്ഷേ വേലു പറയുന്നു പണം നിനക്ക് കിട്ടില്ല, അത് ചെലവായി പോയി. വേലു സത്യം പറയില്ല എന്ന് മനസ്സിലാക്കിയ ഭൂമി വേലുവിനെ കൊല്ലാൻ പോകുന്നു. ഇതിവിടം കൊണ്ടൊന്നും തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം ഒരു ആട്ടോ അവിടെ വന്ന് നിൽക്കുന്നു. ആ ആട്ടോയിൽ നിന്ന് വേലുവിൻ്റെ അമ്മാവൻ നടന്ന് ഭൂമിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അയാൾ ഭൂമിയുടെ അടുത്ത് പറയുന്നു, എൻ്റെ മരുമകനെ നിങ്ങൾ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞു, അവനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട ഭൂമി പറയുന്നു, നിങ്ങളുടെ മരുമകനെ വിട്ടുതരാൻ പറ്റില്ല. എൻ്റെ 440 കോടി രൂപ അവൻ്റെ കയ്യിലാണ്, അത് തന്നാൽ മാത്രമേ നിന്റെ മരുമകനെ ഞങ്ങൾ വിട്ടുതരികയുള്ളൂ. ഇത് കേട്ട ഉടനെ തന്നെ വേലുവിൻ്റെ അമ്മായിയപ്പൻ ഒരു ട്വിസ്റ്റ് പുറത്തു വിടുകയാണ്. അതിന് ആ പൈസ മോഷ്ടിച്ചത് അവനല്ല, ആ പൈസ മോഷ്ടിച്ചത് ഞാനാണ്. അതായത് ആ ഹൗസിംഗ് കോളനിയിലുള്ള ആൾക്കാർക്ക് ഈ പണം കൊള്ളയടിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തത് ഗുണ എന്ന് പേരുള്ള ഒരാളാണെന്ന് പറഞ്ഞില്ലേ, ആ ഗുണ എന്ന് പറയുന്ന ആൾ നമ്മുടെ നായകൻ്റെ അമ്മായി അപ്പനാണ്. ഭൂമി അമ്മായിയപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നു, അപ്പോൾ ആ പൈസ മൊത്തം തിരിച്ചു തന്നിട്ട് നിങ്ങൾ മരുമകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ എന്ന്. ഇത് കേട്ട വേലുവിൻ്റെ അമ്മായിയപ്പൻ പറയുന്നു, ഏയ് ഞാൻ അതിനൊന്നും വന്നതിനല്ല, നിങ്ങളെ എല്ലാവരെയും കൊന്നിട്ട് എൻ്റെ മരുമകനെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. ഇത് കേൾക്കുന്ന ബാറ്ററി വേലുവിൻ്റെ അമ്മായിയപ്പനെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ വെടിവെക്കണ്ട, ഞാൻ എല്ലാവരെയും വെടിവെച്ച് കൊല്ലാം എന്ന് പറഞ്ഞ്. പക്ഷേ മുഖം മൂടിയിട്ട കുറച്ച് ആൾക്കാർ അവിടേക്ക് എത്തുകയും ഭൂമിയുടെ കൂടെ ഉണ്ടായിരുന്ന ബാറ്ററി അടക്കമുള്ള എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഇതിനുശേഷം വേലുവിൻ്റെ അമ്മാവൻ ഭൂമിയുടെ അടുത്ത് പറയുന്നു, നിന്നെ കൊല്ലണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല, പക്ഷേ നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ചെറുമോളെ തട്ടിക്കൊണ്ടു പോകുമെന്ന് വെല്ലുവിളിച്ചില്ലേ, അന്ന് ഞാൻ തീരുമാനിച്ചു നിന്നെ ഇല്ലാതാക്കുമെന്ന്. അങ്ങനെ ഭൂമിയെയും അവർ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ വെടിവെക്കാനുള്ള തോക്ക് ഈ സാധാരണക്കാർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ഒരിക്കൽ വേലു തൻ്റെ അമ്മാവൻ്റെ ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ വന്ന് വർക്ക്ഷോപ്പ് ഷൂട്ടിങ്ങിന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ അതിന് സമ്മതിച്ചില്ല. കാരണം വളരെ വർഷങ്ങളായി അവർ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ പണം കൊള്ളയടിക്കാൻ. ആ പണം കൊള്ളയടിക്കുന്നതിന് തോക്കുകൾ ആവശ്യമാണ്. ആ തോക്കുകൾ ആ ലെയ്ത്തിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഒരു സന്ദർഭത്തിൽ വേലു തൻ്റെ അമ്മാവൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇത്രയും വലിയൊരു കൊള്ള നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നടത്താൻ പറ്റി? അമ്മാവൻ പറയുന്നു, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്, സാധാരണക്കാർക്ക് എവിടെ വേണോ പോകാം, ആരും സംശയിക്കില്ല. ആ അഡ്വാൻറ്റേജ് മുതലെടുത്ത് തന്നെയാണ് നമ്മൾ മണിവർണ്ണനെ ഇത്രയും കാലം ഫോളോ ചെയ്തത്. അതിലൂടെ ഭൂമിക്ക് മണിവർണ്ണനുമായി കണക്ഷൻ ഉണ്ട് എന്നും ഇത്രയും വലിയൊരു തുക അവർ കടത്തുന്നുണ്ട് എന്നും മനസ്സിലാക്കുകയും ആ തുക നമ്മൾ പ്ലാൻ ചെയ്ത് കൊള്ളയടിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ വിചാരിക്കും മണിവർണ്ണന് എന്ത് പറ്റിയെന്ന്. മണിവർണ്ണൻ്റെ എല്ലാ ന്യൂഡ് വീഡിയോസും മണിവർണ്ണൻ്റെ MLA-മാരുടെ വീഡിയോസും ഭൂമിയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം തന്നെ വേലു ഹാക്ക് ചെയ്ത് സ്വന്തമാക്കുകയും ഈ വീഡിയോസ് ഉപയോഗിച്ച് മണിവർണ്ണനെ ഭീഷണിപ്പെടുത്തി മണിവർണ്ണൻ മുഖേന ഇടിച്ചു കളഞ്ഞ എല്ലാ കെട്ടറും അവനെ കൊണ്ട് തന്നെ കെട്ടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മണിവർണ്ണന് ഇലക്ഷന് വെച്ചിരുന്ന 440 കോടി രൂപയും നഷ്ടമാകുന്നു, ഇലക്ഷന് മത്സരിക്കാൻ പറ്റാതെയുമാകുന്നു. അങ്ങനെ ഈ പടം ശുഭമായി അവസാനിക്കുന്നു.